സോ നമ്മളിവിടെ പൈത്തൺ സീരീസിൽ റേഞ്ച് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിൻ്റെ കുറച്ച് കോഡിംഗ് എക്സസൈസ് ഒക്കെ നോക്കി. സോ അതിനകത്ത് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചുകൂടി റേഞ്ച് ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സെക്ഷനിലേക്ക് നമുക്ക് ആ ഫംഗ്ഷൻ നെയിം അതുപോലെ തന്നെ എഴുതി കൊടുക്കുക, റേഞ്ച്, ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. സോ നമ്മൾ ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇവിടെ സ്റ്റാർട്ട്, ദെൻ കോമ, സ്റ്റോപ്പ്, ദെൻ സീക്വൻസ്. ഈ രീതിയിലാണ് വർക്ക് ചെയ്യണത്. ഇത് ഓപ്ഷനിലാണ്, ഇത് ഉറപ്പായിട്ടും വേണ്ട കാര്യമാണ്, ഇതും ഓപ്ഷനിലാണ്. സോ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എന്തായാലും മസ്റ്റായിട്ട് വേണം. സോ സ്റ്റോപ്പ് എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് റേഞ്ച് 0,10 കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ആയിട്ട് വരുന്നത്? സ്ക്വയർ അല്ല, റൗണ്ടഡ് ബ്രാക്കറ്റ് ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0 ഇൻക്ലൂഡഡ് ആണ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. 10 ഇൻക്ലൂഡഡ് അല്ല, 10 ഓൾറെഡി സ്റ്റോപ്പ് ആവുന്ന വാല്യൂസ് ആണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് 5 ഒന്നും കൊടുത്തിട്ടില്ല, അല്ല ഒറ്റ വാല്യൂ ആണ് കൊടുത്തുള്ളെങ്കിൽ എന്താണ് അത് 0 അവിടെ ഡീഫാൾട്ട് ആണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4 ഇത്രയൊക്കെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. 5 ഇൻക്ലൂഡഡ് അല്ല. സോ ഒരു വാല്യൂ ആണ് കൊടുത്തുവെങ്കിൽ അത് സ്റ്റോപ്പ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനിഷ്യലി ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് വാല്യൂ, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ്, ആ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റേഞ്ച് 2,6 കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 2ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2, 3, 4, 5 ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. 6 ഇൻക്ലൂഡഡ് അല്ല. ഇനി സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ജമ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഡീഫാൾട്ടായിട്ട് 1 ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഡീഫാൾട്ടായിട്ട് 1 ആയിരിക്കും. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1. ഇതെന്തായാലും നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. ഇത് ഡീഫാൾട്ടായിട്ട് 1 ആയിരിക്കും, ഇത് ഡീഫാൾട്ടായിട്ട് 0 ആയിരിക്കും. അതായത് ഇവിടെ 5 എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡീഫാൾട്ടായിട്ട് അതിൻ്റെ ബിഹൈൻഡിൽ ഇവിടെ 0യും ഇവിടെ 1ഉം ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഓരോ 1 ബൈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂ അടുത്തടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് സീക്വൻസ് യൂസ് ചെയ്യുന്നത്. അതായത് റേഞ്ച് നമ്മളിവിടെ 0,5,2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വാല്യൂസ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0, ദെൻ 2, ദെൻ 4 ഇങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇവിടെ 2 വാല്യൂസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. 0 + 2 അടുത്ത വാല്യൂ 2, 2 + 2 അടുത്ത വാല്യൂ 4, ആ രീതിയിൽ. ഇവിടെ 10 ആണെങ്കിൽ 0, 2, 4, 6, 8 അങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ 3 ആണെങ്കിൽ 3 വാല്യൂസ് വെച്ചിട്ട്. സോ 0, 3, 6, 9 ഈ രീതിയിലേക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഈ രീതിയിലാണ് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഞാനിവിടെ റേഞ്ച് എന്ന് പറയുന്ന പുതിയൊരു സ്ക്രിപ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ റേഞ്ച് എന്ന് കൊടുത്തു. ദെൻ നമുക്കൊരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാം. A = റേഞ്ച്. ഇവിടെ ഞാൻ 5 കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനിലൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. A-നാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 മുതൽ 5 വരെയാണ് അതിൻ്റെ ഇത് കിട്ടുന്നത്. ആ ടൈപ്പിലാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. സോ ഞാനിവിടെ 0,5 കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ആവുന്നത് 0,5 അത് തന്നെയാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് അതിൻ്റെ വാല്യൂസ് ആയിട്ട് ഏതൊക്കെയാണ് അതിൻ്റെ വാല്യൂസ് എന്നുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യണം. സോ ഞാനിവിടെ ഇത് കളഞ്ഞതിന് ശേഷം എക്ക് ഇവിടെ ഇൻഡെക്സ് 0th ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0th ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണ് പ്രിൻ്റ് ആയിട്ട് വരും. സോ 0th ഇൻഡെക്സിൽ 0 ആണ്, 1th ഇൻഡെക്സിൽ 1 ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ 2,5 കൊടുത്തു. ദെൻ 0th ഇൻഡെക്സ് എന്തായിരിക്കും? അവിടെ 2 ആയിരിക്കും 0th ഇൻഡെക്സ് വരുന്നത്, കാരണം 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ 6th ഇൻഡെക്സ് കൊടുത്താലും 6th ഇൻഡെക്സ് അവിടെ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. സോ ആ ഇൻഡെക്സ് അവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ 4th ഇൻഡെക്സ് വരെയാണ് വർക്ക് ചെയ്യുന്നത്. 4th വരുന്നില്ല, 2, 3, 4, 3 വരെ വരും. സോ 3 ഇൻഡെക്സ് ഇല്ല, 2 ഇൻഡെക്സ് നോക്കാം. സോ സെക്കൻഡ് ഇൻഡെക്സിൽ 4th എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ സീക്വൻസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് നോക്കാം. സെക്കൻഡ് ഇൻഡെക്സ് ഇവിടെ ഇല്ല. സോ ഞാനിവിടെ 15 കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ സെക്കൻഡ് ഇൻഡെക്സ് 6 ആണ്. ഞാനിവിടെ 7th ഇൻഡെക്സ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ 16 ആണ് വരുന്നത്. ഇവിടെ 2ന് മൈനസ് കൊടുത്താലോ, -2 കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഔട്ട് ഓഫ് റേഞ്ച് ആണ്. സോ ഞാനിവിടെ 2 കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അതും ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 0 കൊടുത്തിട്ട് ഇവിടെ സ്കിപ്പ് ഇനീഷ്യലി 0 ആയിരിക്കത്തില്ല, 1 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എറർ ആയിരിക്കും വരുന്നത്. കാരണം 0 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡീഫാൾട്ടായിട്ട് 1 ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 1 കൊടുക്കണം. സോ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ 1, 2 ആ രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ -2 കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താ നോക്കാം. സോ സെക്കൻഡ് ഇൻഡെക്സിൽ -40 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ഇവിടെ മൈനസ് കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് റേഞ്ച് ആണ് വരുന്നത്. സോ ഈ രീതിയിലാണ് നമുക്ക് റിവേഴ്സ് ഫംഗ്ഷൻ നമുക്കിവിടെ അലൗഡ് ആണ്. നമുക്കിത് ഓരോന്നും പ്രിൻറ്റ് ചെയ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പിനകത്ത് ഐ ഇൻ നമ്മളിവിടെ എ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഐ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ മൈനസ് വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാത്തത്. സോ ഞാനിവിടെ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 മുതൽ 4 വരെയുള്ള വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഞാനിവിടെ 2,5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മുതൽ 5 ലെങ്ത് വരെയുള്ള വാല്യൂസ്, അതായത് 4 വരെയുള്ള വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ 10 കൊടുത്തിട്ട് 2 സ്കിപ്പ് അല്ലെങ്കിൽ സീക്വൻസ് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മുതൽ 8 വരെയുള്ള വാല്യൂസ്, ഇവിടെ 2ന് പകരം 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2, 5, 8 ആ രീതിയിലാണ് വാല്യൂ ഇട്ടിരിക്കുന്നത്. സോ 2 മുതലാണ്, 0 മുതലാണെങ്കിൽ 0, 3, 6, 9 ആ വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എറർ ആയിരിക്കും, കാരണം 0 പോസിബിൾ അല്ല. അതുപോലെ തന്നെ -1 വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി അത് വർക്കിംഗ് ആയിരിക്കത്തില്ല, കാരണം അത് മൈനസ് വാല്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ ഔട്ട് ഓഫ് റേഞ്ചിന് താഴെയാണ്. ഇവിടെ മൈനസ് വാല്യൂസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് വരും. സോ ഈ രീതിയിലാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു മൾട്ടിപ്പിൾ ആ ഒരു റേഞ്ച്, ആ ഒരു നമ്പർ ഓഫ് റേഞ്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക് ആയിട്ട് കാണാം. ബൈ.